ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാമണ്ഡലേശ്വരായ ഒരാൾ ഈ അനന്തവനം ഭാരതി എന്ന സ്വാമിജി അഭിഷേകം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കേരളം ആസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ കാണുന്നു ഈ ഒരു? അതുപോലെ തന്നെ മറ്റൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് നിഖില വിമലൻ്റെ സഹോദരി സന്യാസം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഇതൊക്കെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ വായുജത്തിന് കേരളത്തിലെ സ്ത്രീകൾ ചുരിദാർ ധരിക്കാതിരുന്നൊരു കാലം ഓർമ്മയുണ്ടോ? ചുരിദാർ കേരളത്തിലില്ല. അത്യപൂർവ്വം ആരെങ്കിലും ഗുജറാത്തികൾ, കൊച്ചിയിലെ ഗുജറാത്തികളോ ആരെങ്കിലും ചുരിദാർ, ബാക്കി കേരളത്തിൽ മുഴുവൻ സാരിയും ബ്ലൗസുമായിരുന്നു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. ചുരിദാർ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 30 വർഷം 35 വർഷമൊക്കെ ആയി കാണും ചുരിദാർ. ഈ ചുരിദാർ വന്നത് ആരും അറിഞ്ഞില്ല. ചുരിദാർ അന്നുമുണ്ട് ഉത്തരേന്ത്യയിൽ. ചുരിദാർ പജാമ അവരുടെ സ്ഥിരം വേഷമാണ്. പഞ്ചാബി, ഗുജറാത്തി, ഡൽഹി, അതൊക്കെ ഒരുപാട് സ്ഥലത്ത് ചില്ലറ വ്യത്യാസങ്ങളോടുകൂടി പല പേരൊക്കെ അവർ വിളിക്കുമെങ്കിലും സാധനം ചുരിദാർ പജാമയാണ്. ഇത് കേരളത്തിൽ എപ്പോൾ വന്നു എന്നിപ്പോൾ ആർക്കും ഒരു റെക്കോർഡുമില്ല. ബട്ട് ഈ സാധനം അങ്ങ് നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ചുരിദാറാണ് മോസ്റ്റ് പോപ്പുലർ ഡ്രസ്സ് കേരളത്തിൽ. ഇതുപോലെയാണ് ഈ ആഖാഡ സമ്പ്രദായവും ഈ ആധ്യാത്മികതയും. ഇത് ഒരു ട്രെൻഡായി ഇങ്ങോട്ട് വന്നാൽ നമ്മളറിയില്ല. അവസാനം 4 പാടും ആഖാഡയും സന്യാസിയും ആധ്യാത്മികതയും അതും ഇതുമൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇതിപ്പോൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും ഇറ്റ് ഹാസ് ഹാപ്പൻഡ് എന്ന്. ഹിന്ദുത്വത്തിൻ്റെ വരവ് എപ്പോഴും അങ്ങനെയാണ്. ശബ്ദ കോലാഹലവും ബഹളവും ഒന്നും നടത്തിയിട്ടില്ല, പ്രസംഗിച്ചിട്ടുമല്ല. നിങ്ങളിങ്ങനെ ചെയ്യരുത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞില്ലേ, സ്ത്രീകൾ പുരുഷന്മാരുടെ ഇടയിൽ ഇടകലർന്ന് എക്സർസൈസ് ചെയ്യരുത്. അങ്ങനൊരു ഫത്വ ഹിന്ദുത്വത്തിൽ നിന്നും ഉണ്ടാവില്ല. കലർന്നാലും ഒന്നും പറയില്ല, കലർന്നില്ലെങ്കിലും ഒന്നും പറയില്ല. ഇന്നത് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയില്ല. ആ ആധ്യാത്മിക പ്രവർത്തനം ഉള്ളിൽ നടന്നിട്ട് ആളുകൾ സ്വമേധയാ അങ്ങ് ആചരിക്കാൻ തയ്യാറാകുകയാണ്. അപ്പോൾ ഈ ആഖാഡ സമ്പ്രദായം കേരളത്തിലേക്ക് വന്നാൽ അത് കേരളത്തിൽ ചെറുത്ത് നിൽക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം അത് ചെണ്ട കൊട്ടിക്കൊണ്ടല്ല വരുന്നത്. ആദ്യം ഇങ്ങനെ ഒരു കാറ്റടിക്കുന്ന പോലെ അങ്ങനെ അങ്ങ് വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊത്തം ഒന്ന് തണുത്തിട്ടിരുന്നു. എന്താ കാര്യം, ഇതിങ്ങനെയാണ്. ഇതാണ് ഹിന്ദുത്വത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ചുരിദാർ മലയാളിയെ കീഴടക്കിയ പോലെ ഈ സമ്പ്രദായങ്ങളുമൊക്കെ മലയാളിയെ കീഴടക്കി എന്ന് വരും. കീഴടക്കുന്നത് ഒരു നെഗറ്റീവ് വാക്കായിട്ട് വിചാരിക്കരുത്. ശ്വാസം മുട്ടിക്കുന്നു ആ അർത്ഥത്തിലല്ല. അതിൻ്റെ കൂടെ അങ്ങ് ചേർത്തങ്ങ് കൊണ്ടുപോവുക. ആ രീതിയിൽ എതിർക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകും.